കാസർഗോഡ് നീലേശ്വരത്ത് പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞ ബസ് സ്റ്റാൻഡിനെ ചൊല്ലി വിവാദം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തില്ലെന്നാണ് പരാതി. 2 മാസം കൊണ്ട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് നീലേശ്വരം മുനിസിപ്പാലിറ്റിയുടെ പ്രതീക്ഷ. 14 കോടി 15 ലക്ഷം രൂപ ചെലവിട്ടാണ് നീലേശ്വരം മുനിസിപ്പാലിറ്റി പുതിയ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചത്. 2 വർഷമായിരുന്നു നിർമ്മാണ കരാർ. 1 വർഷവും 6 മാസവും കൊണ്ട് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. നീലേശ്വരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ബസ് സ്റ്റാൻഡ്. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ബസ് സ്റ്റാൻഡിന്റെയും ഉദ്ഘാടനം പൂർത്തിയായതോടെ നാടിന് വികസന കുതിപ്പേകുമെന്നാണ് നീലേശ്വരം മുനിസിപ്പാലിറ്റിയുടെ വാദം. പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് 14 കോടി 15 ലക്ഷം രൂപ ചെലവിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനായത് അഭിമാന നേട്ടമായാണ് മുനിസിപ്പാലിറ്റി അവതരിപ്പിക്കുന്നത്. കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം. 2 വർഷം കരാർ കാലാവധിയുള്ള നിർമ്മാണ പ്രവൃത്തി 1 വർഷവും 6 മാസവും കൊണ്ട് പൂർത്തിയാക്കാനായെന്ന് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ TV ശാന്ത. അല്ല, നമ്മളെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതി ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ വേറെ എവിടെയും ഇത്ര ആധുനിക രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് കെട്ടാനുള്ള ഒരു സ്ഥലം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇല്ല സ്ഥലങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനമെടുത്തത്. ഒക്ടോബർ 31 മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ബസ് സ്റ്റാൻഡ് പണി യാതൊരു തരത്തിലും നടന്നിട്ടില്ല. ഇത് ബസ്സിന് കയറാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കോരി ചെയ്യുന്ന മഴയിൽ പോലും അവിടെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് എന്ന രീതിയിൽ അവിടെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ദുരിതങ്ങൾ നമ്മളെ ജനങ്ങൾ നാടിൻ്റെ കിഴക്കൻ മേഖലയിലേക്കായാലും എല്ലാവരും പോകുന്നവരായാലും വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത്. ഇനി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് എന്തിരിത്തത്തിൽ എടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യം? ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും പൂർത്തിയാക്കണമെങ്കിൽ 2 മാസം കൂടി വേണ്ടിവരുമെന്ന് നീലേശ്വരം മുനിസിപ്പാലിറ്റി അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. മലയോര മേഖലകളിൽ നിന്നും കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യാൻ നിലവിലെ സൗകര്യം മാത്രം മതിയാകുമോ എന്ന ചോദ്യവും ബാക്കിയാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബസ് സ്റ്റാൻഡിൻ്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചത്. ബഹുനില കെട്ടിടമാണ്. പക്ഷേ പണി ഇനിയും പൂർത്തിയാകാനുണ്ട്. ബസ് സ്റ്റാൻഡിന് ഈ സ്ഥലപരിമിതി മതിയോ എന്ന കാര്യത്തിലും 2 അഭിപ്രായമുണ്ട്. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.